ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചു. ഡിവിഷണൽ ഓഫീസുകളിലേക്ക് സിഒഎ അംഗങ്ങളുടെ പ്രതിഷേധ പ്രകടനം. കേബിൾ ടിവി ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഒന്നിലധികം കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം തുക ഈടാക്കാനാണ് KSEB തീരുമാനം. ഇതിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മേഖലയെ തകർക്കുന്ന നിലപാടിനെതിരെ സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 31-ന് കരിദിനമാചരിക്കുകയും വിവിധ കേന്ദ്രങ്ങളിൽ KSEB ഓഫീസുകളിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. സാധാരണക്കാരായ നിരവധി ആളുകളുടെ ജീവിതമാർഗമായ കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന നിലപാടാണ് KSEB സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ചെറുകിട കേബിൾ ടിവി മേഖലയെ സംരക്ഷിക്കുക, കുത്തകകളെ താലോലിക്കും, ചെറുകിട മേഖലയെ തച്ചു തകർക്കും. വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കാൻ ബോർഡിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ശ്രമങ്ങൾ നടത്തുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് സിഒഎ തീരുമാനം. ധൂർത്ത് നടത്തി എന്നതല്ലാതെ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടിയിട്ടില്ലെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ മന്ത്രി KC ജോസഫ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി ഇപ്പോഴും ജനമനസ്സുകളിൽ പച്ച പിടിച്ചു നിൽപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൗരപ്രമുഖരുമായി ചർച്ച നടത്തി പ്രഭാത ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറി സുഖയാത്ര നടത്തി പിന്നെയും ഭക്ഷണം കഴിച്ച് സ്റ്റേജിൽ കയറി എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് നവകേരള സദസ്സെന്ന് KC ജോസഫ് പരിഹസിച്ചു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അതിനുത്തരം നൽകാനോ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. NGO അസോസിയേഷൻ 49-ാം ചങ്ങനാശ്ശേരി ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സ് നടത്തി, നിങ്ങൾ കണ്ടല്ലോ, എത്രയോ ആർഭാടമായിരുന്നു. ധാരാളിത്തം, ധൂർത്ത്, മന്ത്രിമാരുടെയൊക്കെ ജീവിത ശൈലി എന്തിനു വേണ്ടിയാണ് നടത്തിയത്? കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീറുന്ന എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തുവാണ് അർത്ഥം? അതിന്റെ പർപ്പസ് എന്താണ്? നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ആക്ഷേപിച്ചു. അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതൊരു വില്ലേജ് ഓഫീസർ ജോലിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു, ശരിയാണ്, വില്ലേജ് ഓഫീസർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, 4 തവണ കേരളത്തിലെ 14 ജില്ലകളിൽ പോയി. വെറുതെ പോവുകയായിരുന്നില്ല. രാവിലെ 9 മണി മുതൽ കോട്ടയം ജില്ലയിൽ പരിപാടി അവസാനിച്ച് പലപ്പോഴും 2 മണിക്കും 3 മണിക്കുമാണ്. കാണാൻ വന്ന മുഴുവൻ ആളുകളെയും നേരിട്ട് കണ്ട് അവരെ കണ്ട് പരാതി വാങ്ങി, പരാതി വായിച്ചു നോക്കി, ആ പരാതിയിൽ സ്വന്തം കൈപ്പടയിൽ ഉത്തരവിട്ട് കൊടുത്തു. തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ഇടതുപക്ഷ സർവീസ് സംഘടനകൾ വിട്ടുനിൽക്കുന്നത് വഞ്ചനാപരമാണെന്നും KC ജോസഫ് വ്യക്തമാക്കി. സമ്മേളനത്തിൽ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് A സനീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി VP ബോബിൻ, ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ്, സെക്രട്ടറി സോജോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. ഫെബ്രുവരി 1 വ്യാഴാഴ്ച കളക്ട്രേറ്റ് മാർച്ച് നടത്തും. കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകുക, LSGD കരാറുകാരെ രക്ഷിക്കുക, റേറ്റ് റിവിഷൻ ഉടനെ നടപ്പിലാക്കുക, PWD ലൈസൻസ് പുതുക്കൽ 3 ഇരട്ടി വർധന ഉടൻ പിൻവലിക്കുക, കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക, ധനകാര്യ പൊതുമരാമത്ത് മന്ത്രിമാർ നൽകിയ ഉറപ്പുകൾ പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരാറുകാർ പലരും ആത്മഹത്യയില്ല. ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പേയ്മെന്റ് എന്ന് പറയുന്നത് കിട്ടാനൊരു സാധ്യതയും കാണുന്നില്ല. ഞങ്ങൾ ആവശ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ 14 ജില്ലയിലും കളക്ട്രേറ്റ് മാർച്ച് നടത്തിയിരുന്നു. കാര്യം ഇത് ഞങ്ങൾ ധനകാര്യമന്ത്രി, പൊതുരാജ്യ മന്ത്രി ഇവരെല്ലാവരും കണ്ട് സംസാരിച്ച് തരാമെന്ന് പറയുന്നതല്ലാതെ ഈ 1 വർഷം എനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ഇതുവരെ ട്രഷറിയിൽ മാറുന്നില്ല. അപ്പോൾ അങ്ങനെ സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ സമരത്തിൻ്റെ വക്കിലേക്ക് നീങ്ങാൻ പോയി. ആ 14 ജില്ലയിലും കളക്ട്രേറ്റിൽ സമരം മാർച്ച് നടത്തിയിരുന്നു. നവകേരള യാത്രയിൽ ഈ വരുന്ന എല്ലാ നിയോജകമണ്ഡലങ്ങളിലും
140 കിലോമീറ്റർ ഞങ്ങൾ ഇതിൻ്റെ കാരണം കാണിച്ച് അവിടെ കൊടുത്തതാണ്. അതിൻ്റെ ഒന്നും യാതൊരു പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ജോസഫ്, സെക്രട്ടറി KG പ്രഭാകരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ കളക്ടറേറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച് വ്യാഴാഴ്ച രാവിലെ 11-ന് ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ വികസന സെമിനാർ കഴിഞ്ഞ ദിവസം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യ മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം പഞ്ചായത്തുകളുമായി സംയുക്തമായിട്ട് നമ്മുടെ തോടുകൾ ഒക്കെ ശുചീകരണ പ്രവൃത്തികളാണ് നമ്മൾ ഈ വർഷം എടുക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട RRF ബ്ലോക്ക് പഞ്ചായത്തിന്റെ തലവിയിലുള്ള സ്ഥലത്ത് RRF കെട്ടിട നിർമ്മാണമായിരുന്നു. അതിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഉദ്ഘാടനം ഉടൻ തന്നെ അടുത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്ക് വേണ്ട സഹായങ്ങൾ, മാലിന്യ സംസ്കരണം, ജലാശയങ്ങളുടെ ശുചീകരണം, കിടപ്പ് രോഗികൾക്കായുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, CHSCകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ, കുടിവെള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, പാരമ്പര്യ കലയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി നിരവധി ജനകീയ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയുള്ള കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. യോഗത്തിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ വേണുഗോപാൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മദൻലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജിത് പിഷാരത്ത്, S ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രതീഷ് R ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കില ട്രെയിനർ സന്ധ്യ രമേശ് ക്ലാസ് നയിച്ചു. പത്തനംതിട്ട ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ 19 പരാതികളിൽ തീർപ്പാക്കി. 5 പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശവും നൽകി. ആകെ 64 പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. 39 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. 1 പരാതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അയച്ചു. 5 പരാതികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയൽവാസി തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഗാർഹിക ചുറ്റുപാടിലുള്ള പരാതികൾ എന്നിവയാണ് അദാലത്തിലേറെയും ലഭിച്ചത്. ഇന്നത്തെ കേസുകളുടെ സ്വഭാവം അയൽവക്ക പ്രശ്നങ്ങൾ ആണ് കൂടുതലുണ്ടായത്. പിന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലമാണ് ശ്രദ്ധിച്ചു വരുന്നത്. വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പരസ്പരം ഒരു ധാരണ, വിശ്വാസം ഇവയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കേസുകളിൽ കണ്ടുവരുന്നത്. ഇവയിലൊക്കെ നമുക്ക് പരിഹാരം കാണാനും പോലീസിൻ്റെ റിപ്പോർട്ട് ചോദിക്കുവാനും സാധിച്ചിട്ടുണ്ട്. കക്ഷികളെയും എതിർകക്ഷികളെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് സംസാരിച്ച് അവരുടെ തെറ്റുകളെ മനസ്സിലാക്കത്തക്കവണ്ണം ചിന്തിപ്പിക്കാൻ സാധിച്ചു. പാനൽ അഭിഭാഷകരായ അഡ്വക്കേറ്റ് S സബീന, അഡ്വക്കേറ്റ് R രേഖ, കൗൺസിലർ അമല L ലാൽ, വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥരായ ദീപ മോഹൻ, സ്മിത രാജി എന്നിവർ പങ്കെടുത്തു. ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനാചരണത്തിന്റെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ റാലിയും തിരുവല്ലയിൽ നടത്തി. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണം ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ റാലി തിരുവല്ല DYSP S അഷാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരുവല്ല ഡയറ്റ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിൽ കുമാർ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L അനിതകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാമോൾ അശോകൻ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശാലിനി, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ TK അശോക് കുമാർ, അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ ആബിദ ബീവി, പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെയും തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെയും അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. BJP ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിൽ നടമാടുന്നത് അരാജകത്വമാണെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്.
വിയ്യപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച 169 നമ്പർ ബൂത്ത് തല സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ മുഴുവൻ വലിയ അരാജകത്വം സൃഷ്ടിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു RSSഉം സംഘം. കാരണം ജനങ്ങൾ ഭിന്നിച്ച് നിന്നാൽ മാത്രമേ അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ, അവർക്ക് നേതൃത്വത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച, ഇന്ത്യയിൽ ഉപയോഗിച്ച, നൂറ്റാണ്ടുകളോളം ഉപയോഗിച്ച തന്ത്രം RSS ഇവിടെ ഫലപ്രദമാക്കുവാൻ ശ്രമിക്കുന്നു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുവാനായി ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷയോട് കാണുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഭാരത് ജോഡോ യാത്ര നടത്തി. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ യാത്രയെ അനുധാവനം ചെയ്ത. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ജാഥയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് 4500-ലധികം കിലോമീറ്ററുകൾ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു. ഇപ്പോൾ ഈ യോഗം നടക്കുമ്പോഴും ഭാരത് ജോഡോ ന്യായ് യാത്ര അദ്ദേഹം മണിപ്പൂരിൽ നിന്ന്, ഈ കലാപബാധിത പ്രദേശമായ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ നടത്തുന്നു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുറത്താക്കിയതുപോലെ BJP ഭരണത്തെ അവസാനിപ്പിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും സജി ജോസഫ് കൂട്ടിച്ചേർത്തു. സൗദാമിനി റഷീദിന്റെ ഭവനാങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് KV ചാക്കോ അധ്യക്ഷനായിരുന്നു. N കൃഷ്ണൻ, KB രഘു, PT ജോൺ, ശശിധര പണിക്കർ, ഏലിയാമ്മ വർക്കി, ഗീതാ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുന്നപ്ര ശാന്തിഭവന്റെ 28ാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തെരുവു മക്കളുടെ അഭയകേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ കോർത്തിണക്കി നടത്തിയ ആഘോഷങ്ങൾ ശ്രദ്ധേയമായി. ചൊവ്വാഴ്ച രാവിലെ 10-ന് പുന്നപ്ര സെന്റ് ജോൺ മരിയ വികാനി പള്ളി വികാരി ഫാദർ ക്ലീറ്റസ് കാരക്കാട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 11:30-ന് ആലപ്പി രമണന്റെ കഥാപ്രസംഗം അരങ്ങേറി. 12:30-ന് ഖരോക്ക ഗാനമേളയും സംഗീത വിരുന്നും നടത്തി. ഉച്ചകഴിഞ്ഞ് 3-ന് ചേർന്ന സാംസ്കാരിക സമ്മേളനം വിശ്വധർമ്മ മഠാധിപതി സ്വാമി ശിവബോധാനന്ദ ഉദ്ഘാടനം ചെയ്തു. ബന്ധുമിത്രാദികൾക്ക് വേണ്ടാതെ പോകുന്ന പ്രായമുള്ള അച്ഛനെയും അമ്മയെയും ചെറുപ്പക്കാരെയും മദ്യത്തിൻ്റെ ആസക്തിയിൽ, ലഹരിയിൽ വഴിതെറ്റി ജീവിതം നയിക്കുന്നവരെയും നേരായ മാർഗത്തിലേക്ക് നയിക്കുവാനുള്ള ആശയുടെ അഭയകേന്ദ്രമായി മാറിയ ഈ ധർമ്മസ്ഥാപനത്തിന് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ആദ്യ ബിനോയ് ആനയോട് സംസാരിച്ച് അദ്ദേഹം പറയണ്ടായി, ഈ നാട്ടിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട അങ്ങനൊരു വിശ്വാസം മനുഷ്യർക്കുണ്ടല്ലോ, ദൈവത്തിനതില്ല എങ്കിലും അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽപ്പെട്ട മനുഷ്യർ ഇവിടെ വരികയും ഇവിടുത്തെ അന്തേവാസികൾക്ക് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്, പണക്കാരെയല്ല. സമ്മേളനത്തിൽ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി G സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. മാനസാന്തരത്തിലൂടെ അദ്ദേഹം മാർഗത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ മനുഷ്യജീവികളെയെല്ലാം ഇവിടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയോ സ്വന്തം മക്കളെ പോലെയോ സ്വന്തം സഹോദരൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വിജയഗാഥ 28ാം വർഷം ആഘോഷിക്കുന്നതിന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവരോട് എത്തി എന്നുള്ളത് അത്ഭുതകരമായ കാര്യമല്ല, അത് സമൂഹം ചെയ്യേണ്ട ഒരു നല്ല കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ ഗാനകോകിലം എന്ന് വിളിക്കാവുന്ന വിജയലക്ഷ്മിയുടെ വന്ന് സംസാരിക്കുകയും പാടുകയും ചെയ്തത് ഈ ചടങ്ങിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. സുപ്രസിദ്ധ പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയെ ചടങ്ങിൽ ആദരിച്ചു. കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഫാദർ ഷിൻഡോ, പുന്നപ്ര പറവൂർ ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് അസ്ഹരി, M സന്തോഷ് കുമാർ, കൈനഗിരി അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീടിന്റെ സംരക്ഷണയിൽ കഴിയുന്ന അച്ഛനമ്മമാരെ ചേർത്ത് പിടിച്ച് വ്യാപാരി കുടുംബ സംഗമം. മാന്നാർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമത്തിന്റെ ആദ്യ സെഷൻ ഉദ്ഘാടനം ചെയ്യാനുള്ള നിയോഗവും സ്നേഹവീട്ടിലെ അന്തേവാസിക്കായിരുന്നു. കുടുംബ സംഗമത്തിലെ
ഞങ്ങളെ പങ്കെടുപ്പിച്ച് ഞങ്ങളെ ആദരിക്കാൻ തീരുമാനിച്ച ബഹുമാന്യ വ്യക്തികളോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളുടെ സംഘടന നന്നായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സ്നേഹപൂർവ്വം ഞങ്ങളെ ഓർത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങളുടെ കാലങ്ങളിൽ ഞങ്ങളെ കൂടെ പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം. മാന്നാർ വ്യാപാര ഭവനിൽ നടന്ന കുടുംബസംഗമത്തിന്റെ ആദ്യ സെഷൻ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം കൂടിയായ ബാലാമണിയമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് സ്നേഹവീട്ടിൽ നിന്നെത്തിയ 17 അച്ഛനമ്മമാർക്കും മാന്നാർ മർച്ചന്റ്സ് അസോസിയേഷൻ സ്നേഹോപഹാരങ്ങൾ നൽകി. ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീടിന്റെ ഡയറക്ടർ മുഹമ്മദ് ഷമീറിനെയും ചടങ്ങിൽ ആദരിച്ചു. മാന്നാർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ എസ് അമ്പിളി, ജനറൽ സെക്രട്ടറി റഷീദ് പടിപ്പുരയ്ക്കൽ, ട്രഷറർ ജമാൽ എം, പ്രോഗ്രാം കൺവീനർ സജി കുട്ടപ്പൻ, രക്ഷാധികാരി ഗണപതി ആചാരി, PA അസീസ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചമ്പക്കുളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. മങ്കൊമ്പ് തെക്കേക്കര കേന്ദ്രീകരിച്ചായിരുന്നു 32ാം വാർഷിക സമ്മേളനം. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 തെക്കേക്കര പാട്ടത്തിൽ ഭവനത്തിൽ ചേർന്ന സമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതകാലത്തിൽ വലിയൊരു നീണ്ട കാലയളവിൽ നമ്മൾ ഈ നാടിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് ആ സേവനത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിഹിതത്തിൽ നിന്ന് കിട്ടുന്ന പണമാണ് നമുക്ക് പെൻഷനായി നമ്മുടെ കൈ വരുന്നത്, അല്ലേ? അപ്പൊ തീർച്ചയായും പലപ്പോഴും പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പെൻഷൻ തുക നമുക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ സംഘടന വളരെ കൃത്യമായ രീതിയിൽ അത് ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അത് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വാർദ്ധക്യ സഹിതമായ അസുഖങ്ങൾ മൂലം നമുക്ക് 115ഓളം അംഗങ്ങൾ നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ടപ്പോഴും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായി കിടപ്പ് രോഗികളടക്കമുള്ള ആളുകളുണ്ടല്ലേ, അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് TS പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അഗസ്റ്റിൻ ജോസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ KR മംഗളാനന്ദൻ കണക്കും അവതരിപ്പിച്ചു. KSSPU ചമ്പക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് NB ജെയിംസ്, കമ്മിറ്റി അംഗങ്ങളായ NR പങ്കജാക്ഷക്കുറുപ്പ്, B കമലമ്മ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി L ശിവൻ എന്നിവർ സംസാരിച്ചു. KSSPU ചമ്പക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK ഭാർഗവൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി ചുമതല നിർവഹിച്ചു. എടത്വ പച്ച ചെക്കടിക്കാട് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. സ്കൂളിന്റെ 41ാമത് വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തി. ആഘോഷ പരിപാടികൾ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഈ പ്രദേശത്തെ ഇളം തലമുറയ്ക്ക് ജീവിതത്തിലേക്ക് വാതായനം തുറക്കുന്ന കാലഘട്ടമാണല്ലോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടം. നമ്മൾ ഈ വാതായനം തുറന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തീരുമാനം പിടിച്ചു പോയാൽ നമ്മുടെ ഭാവി പല തലത്തിൽ രാജ്യങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട്. ഈ പൊതുജീവിതത്തിലേക്ക്, പൊതുസമൂഹത്തിലേക്ക്, ഭാവിയിലേക്കുള്ള വാതായനം ഏതാണ് എന്ന് കൃത്യമായി കണ്ടെത്തി അത് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് തുറക്കുവാൻ വേണ്ട പരിശീലനം, അതാണ് ഇവിടെ നൽകപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെ. അധ്യയന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ത്രേസ്യാമ്മ P ആലഞ്ചേരിക്ക് ഹൃദ്യമായ യാത്രയപ്പും ഇതോടൊപ്പം നൽകി. പാഠ്യേതര മികവിനുള്ള ലൂർദിയൻ ഗ്ലോർ പുരസ്കാരങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗയിൽ പ്രതിഭകൾക്ക് സമ്മാനിച്ചു. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ജോഷിമോൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ജീന കുഞ്ചറിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചിരംവേലിൽ, ഹെഡ് മിസ്സസ് അന്നമ്മ ജോസഫ്, ഹെഡ് മിസ്സസ് മിനി ആനി തോമസ്, കൈനഡി സ്കൂൾ പ്രിൻസിപ്പൽ സിൽജോ C കണ്ടത്തിൽ, PTA പ്രസിഡന്റ് സിനു P വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിന്റെ ജനകീയ സാഹിത്യകാരൻ ജോൺസൺ പുളിങ്കുന്നിന്റെ 19ാമത് ചരമവാർഷിക അനുസ്മരണം കഴിഞ്ഞ ദിവസം നടന്നു.
പുരോഗമന കലാസാഹിത്യ സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമങ്കരി കേന്ദ്രീകരിച്ചായിരുന്നു ചടങ്ങുകൾ. രാമങ്കരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അനുസ്മരണ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെ സർഗാത്മകമായ ഏതെങ്കിലും ചില സ്ഥിതികളുള്ള ആളുകൾ കലയുടെയും സാഹിത്യത്തിൻ്റെയും സർഗാത്മകമായ മറ്റ് ഇടങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ എന്തെങ്കിലും ചില കഴിവുകളുള്ള എല്ലാ ആളുകളെയും നമുക്കൊന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗീയതയ്ക്കും അപ്പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാലമാണ്. എന്തുകൊണ്ടെന്നാൽ കൂട്ടം കൂടുന്ന ഇടങ്ങളിൽ നമ്മൾ അറിയാതെ ചില ശബ്ദങ്ങൾ കടന്നു വന്നിട്ട് വിഭജനത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ചെറിയ ചെറിയ തരികളിട്ട് അത് വലിയ സ്ഫോടനങ്ങളാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തെ ഒന്നാകെ തന്നെ വിഭജിച്ചു നിർത്തി വർഗീയമായി അതിൻ്റെ കുറെ കൂടെ താഴ്ത്തു വരുമ്പോൾ ജാതീയമായി ഒക്കെ വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് പോകാൻ വലിയ പരിശ്രമം നടക്കുന്ന കാലമാണ് എന്നുള്ളത് അത് ഓർത്തു വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് കുരുവിള തോമസ് അധ്യക്ഷനായി. അഗസ്റ്റിൻ ജോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാസാംസ്കാരിക പ്രതിഭകളെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ പ്രൊഫസർ എൻ ഗോപിനാഥ പിള്ള അനുമോദിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സലീം കുമാർ, പുകാസ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ജതീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി KC രമേശ് കുമാർ, ഏരിയ സെക്രട്ടറി വിത്തവാൻ, CM അനിൽകുമാർ, ഏലിയാമ്മ ജോൺ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ കമ്മിറ്റി രൂപീകരിച്ച ഗായക സംഘത്തിന്റെ ഉദ്ഘാടനം ഗായിക വൈകാലക്ഷ്മി നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മാന്നാർ കുരുട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ വർണ്ണാഭമായി. ചിലമ്പൊലി 2024 എന്ന പേരിലായിരുന്നു പരിപാടി. ചലച്ചിത്ര പിന്നണി ഗായകൻ മണക്കാട് ഗോപൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചിലമ്പൊലി 2024 എന്ന ഇന്ന് ഈ വേദിയിൽ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. വേദിയിലെ എത്രയും ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളായ എൻ്റെ കോബ്രദറും ചേർന്നുമായ സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ അധ്യക്ഷനായി. കലാപരിപാടികളുടെ ഉദ്ഘാടനം മാന്നാർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ നിർവഹിച്ചു. സമ്മേളനത്തിൽ PTA പ്രസിഡന്റുമാരായ സുജിത് ശ്രീരംഗം, ബിജുമോൻ, കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ പിള്ള, രാജശേഖരൻ പിള്ള, ഡയറക്ടർ R രാജീവൻ, പ്രിൻസിപ്പൽമാരായ ബിനു ഉപേന്ദ്ര, നിഷാരാജ്, ബിന്ദു M പിള്ള, സഞ്ജീവ്, ജോയിന്റ് കൺവീനർ അനിൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. SNDP യോഗം 2341 നമ്പർ ആറ്റുവാത്തല ശാഖയുടെ പോഷക സംഘടനയായ ഗുരുകടാക്ഷം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വാർഷികവും കുടുംബ സംഗമവും കഴിഞ്ഞ ദിവസം നടത്തി. കുട്ടനാട് സൗത്ത് യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് സുപ്രമോദം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഷിക യോഗത്തിൽ സംഘം ജോയിന്റ് കൺവീനർ C സുനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. കുട്ടനാട് സൗത്ത് യൂണിയൻ കൗൺസിലർ സന്തോഷ് വേണാട് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് R അജികുമാർ, സെക്രട്ടറി KP സാബു എന്നിവർ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ഗുരുധർമ്മ പ്രചരണ സഭ ധ്യാനാചാര്യൻ D ശിശുപാലൻ, സംഘം കൺവീനർ D ശിവദാസ്, റജി നാണപ്പൻ, K സരോഷ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.